ആഗോള യുദ്ധ ഭൂപടത്തെയും സമുദ്ര സുരക്ഷയും ഒരുപോലെ ഉലയ്ക്കുന്ന ഒരു വമ്പൻ റഷ്യൻ പ്രതിരോധ നീക്കത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. റഷ്യൻ നാവികസേന തങ്ങളുടെ ഏറ്റവും നിഗൂഢവും വിനാശകാരിയുമായിട്ടുള്ള 10,000 ടൺ ന്യൂക്ലിയർ കരുത്തുള്ള ഖബറോവ്സ്ക് പ്രോജക്ട് 09851 എന്ന സബ്മറൈന്റെ കടൽ പരീക്ഷണങ്ങൾ സീ ട്രയൽസ് ആരംഭിച്ചിരിക്കുകയാണ്. വെറും ഒരു സാധാരണ സബ്മറൈൻ അല്ല ഇത്. ഡൂംസ് ഡേ ഡ്രോൺ, ലോകാവസാനത്തിന്റെ ആയുധമെന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന റഷ്യയുടെ പോസിഡോൺ ന്യൂക്ലിയർ ഡ്രോണുകളെ വഹിക്കാൻ പ്രത്യേകമായി നിർമ്മിച്ച ലോകത്തിലെ ആദ്യ പ്രൊഡക്ഷൻ സബ്മറൈനാണിത്. അമേരിക്കയുടെയും നേറ്റോയുടെയും എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെ പൂർണ്ണമായി നിഷ്പ്രഭമാക്കാൻ കഴിയുന്ന ഈ കടലിനടിയിലെ ആയുധ സമുച്ചയത്തെക്കുറിച്ച് ലോകം എന്തിനാണ് ഇത്രയധികം ഭയപ്പെടുന്നത്? നമുക്ക് വിശദമായിട്ട് നോക്കാം. 2014 സെവറോഡ്വിൻസ്കിലെ സെവ്മാഷ് ഷിപ്പ്യാർഡിൽ നിർമ്മാണം ആരംഭിച്ച ഈ സബ്മറൈൻ കഴിഞ്ഞ വർഷം അവസാനത്തോടെയാണ് ലോഞ്ച് ചെയ്തത്. ഇപ്പോൾ അതിന്റെ ആദ്യഘട്ട ഫാക്ടറി സീ ട്രയലുകൾക്കായിട്ട് സമുദ്രത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഈ സബ്മറൈന്റെ പ്രധാന പ്രത്യേകതകൾ പരിശോധിച്ചാൽ ഒന്നാമത്തേത് ആദ്യം തന്നെ വലിപ്പവും ശേഷിയും നോക്കാം. ഏകദേശം 10,000 ടൺ ഭാരവും 113 മുതൽ 140 മീറ്റർ വരെ നീളവും ഉള്ളതാണ് ഈ ന്യൂക്ലിയർ സബ്മറൈൻ. ഇനി സ്പീഡ്, വേഗത, സ്റ്റെൽത്ത്, നിശബ്ദത. 200 മെഗാവാട്ട് ന്യൂക്ലിയർ റിയാക്ടറും പമ്പ് ജെറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റവും ഉപയോഗിക്കുന്നതിനാൽ കടലിനടിയിലൂടെ അത്യധികം നിശബ്ദമായിട്ട് 30 കിലോമീറ്ററിലധികം വേഗതയിൽ സഞ്ചരിക്കാൻ ഇതിന് കഴിയും. ഡിസൈൻ മാറ്റമുണ്ട് ഇതിന്. മുൻപ് നിർമ്മിച്ച ബെൽഗോറോഡ് സബ്മറൈൻ പഴയ ഡിസൈൻ മാറ്റി നിർമ്മിച്ചതാണെങ്കിൽ ഖബറോവ്സ്ക് പൂർണ്ണമായും പോസിഡോൺ ഡ്രോണുകൾ വിക്ഷേപിക്കാൻ മാത്രം ആദ്യം മുതലേ ഡിസൈൻ ചെയ്ത ഒന്നാണ്. ഇതിൽ പരമ്പരാഗത ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പകരം 6 വലിയ പോസിഡോൺ ട്യൂബുകളാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലെ യഥാർത്ഥ വില്ലനായ പോസിഡോൺ സൂപ്പർ ടോർപിഡോയെ കുറിച്ച് പരിശോധിക്കാം. സാധാ ടോർപിഡോകളിൽ നിന്നും തന്ത്രപരമായ മിസൈലുകളിൽ നിന്നും പൂർണ്ണമായും വ്യത്യസ്തമായൊരു കടലിനടിയിലെ യുദ്ധ ഉപകരണമാണിത്. ഒന്നാമതായിട്ട് 20 മുതൽ 24 മീറ്റർ വരെ നീളമുള്ള ഇതിൽ ചെറിയൊരു ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ട്. അതുകൊണ്ട് ഇതിന് 10,000 കിലോമീറ്ററിലധികം ദൂരം ഇന്റർകോണ്ടിനെന്റൽ റേഞ്ചാണ് കടലിനടിയിലൂടെ സഞ്ചരിക്കാം. ഇനി ആഴവും റേഡാർ വെട്ടിക്കലും നോക്കുമ്പോൾ സമുദ്രത്തിൽ ഏകദേശം 1000 മീറ്റർ വരെ ആഴത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ളതിനാൽ നേറ്റോയുടെയോ അമേരിക്കയുടെയോ ഒരു ടോർപിഡോ ഡിഫൻസ് സിസ്റ്റത്തിനും ഇതിനെ കണ്ടെത്താനോ തടുക്കാനോ സാധിക്കില്ല. ഇനി റേഡിയോ ആക്റ്റീവ് സുനാമി എന്ന് പറയണം. ഇതൊരു ശത്രു രാജ്യത്തിന്റെ തീരപ്രദേശത്ത് എത്തുമ്പോൾ പൊട്ടിത്തെറിച്ചാൽ ഉണ്ടാകുന്നത് ഒരു വൻ റേഡിയോ ആക്റ്റീവ് സുനാമിയാണ്. ഇത് വൻതോതിൽ തീരദേശ നഗരങ്ങളെയും നേവൽ ബേസുകളെയും വർഷങ്ങളോളം ജീവിക്കാൻ കഴിയാത്ത വിധം നശിപ്പിക്കും. അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ആകാശത്തു നിന്ന് വരുന്ന മിസൈലുകളെ ലക്ഷ്യമിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ റഷ്യ ഈ പരമ്പരാഗത രീതി ഒഴിവാക്കി കടലിന്റെ അടിത്തട്ടിലൂടെ ആക്രമണം നടത്താനുള്ള സാങ്കേതിക വിദ്യയാണ് ഇതിലൂടെ വികസിപ്പിച്ചിരിക്കുന്നത്. റഷ്യ തങ്ങളുടെ പ്രതിരോധ തന്ത്രത്തിൽ വലിയൊരു മാറ്റം വരുത്തുകയാണെന്ന് ഇതോടെ വ്യക്തമാകുന്നു. പരീക്ഷണങ്ങൾക്ക് ശേഷം ഖബറോവ്സ്ക് സബ്മറൈൻ റഷ്യയുടെ പസഫിക് ഫ്ലീറ്റിൽ ചേർന്ന് കാംചാത്ക ഉപദ്വീപിൽ നിലയുറപ്പിക്കുമെന്നാണ് വിവരം. അതായത് പസഫിക് സമുദ്രത്തിലൂടെ അമേരിക്കയുടെ പശ്ചിമ തീരങ്ങൾക്ക് ഏറ്റവും വലിയ ഭീഷണിയായി ഇത് മാറും. എന്നിരുന്നാലും പാശ്ചാത്യ മിലിറ്ററി വിദഗ്ധർ ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. വർഷങ്ങൾ നീണ്ട കാലതാമസമാണ് ഒന്നാമത്തെ സംശയം. 2014 ആരംഭിച്ച ഈ പദ്ധതി 15 വർഷത്തോളം വൈകിയാണ് ഇപ്പോഴത്തെ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. ഇനി നിർമ്മാണത്തിന്റെ ചെലവിനെ കുറിച്ചും സംശയങ്ങളുണ്ട്. റഷ്യൻ സാമ്പത്തിക മേഖലയ്ക്കും പ്രതിരോധ ബജറ്റിനും പോസിഡോൺ നിര തുടർച്ചയായി നിർമ്മിക്കുന്നത് വലിയ ഭാരമാണ്. ഇനി PR അല്ലെങ്കിൽ ഒരു പ്രൊപ്പഗാൻഡ എന്നുള്ള ഒരു കാര്യമാണ്. റഷ്യ തങ്ങളുടെ സൈനിക മേധാവിത്വം കാണിക്കാനായി നടത്തുന്ന ഒരു പ്രചാരണ തന്ത്രമാണോ ഇതെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും സബ്മറൈന്റെ കടൽ പരീക്ഷണങ്ങൾ ആരംഭിച്ചതോടെ അമേരിക്കൻ പെന്റഗൺ ഈ വിഷയത്തിൽ അതീവ ജാഗ്രതയിലാണ്. ചുരുക്കി പറഞ്ഞാൽ പരമ്പരാഗത ആയുധ മത്സരങ്ങൾക്ക് അപ്പുറത്തേക്ക് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക്, അതായത് മാരിടൈം ന്യൂക്ലിയർ ഡിറ്ററൻസിലേക്ക് വ്യാപിപ്പിക്കുകയാണ് റഷ്യ ഇതിലൂടെ ചെയ്യുന്നത്. 10,000 ടൺ ഖബറോവ് സബ്മറൈനും അതിന്റെ കൂടെയുള്ള പോസിഡോൺ ഡ്രോണുകളും കടലിലെ പവർ ബാലൻസ് പാടെ മാറ്റി എഴുതാൻ പ്രാപ്തിയുള്ളവയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.